അയർലൻഡിൽ ഇന്ന് ജോലി ലഭിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഡിമാൻഡുള്ള പ്രൊഫഷൻസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയട്ടെ. ക്രിയേറ്റീവ് മാർക്കറ്റിംഗ്, IT, ഫിനാൻസ്, ഹെൽത്ത് കെയർ. വേറെയും പല പ്രൊഫഷൻസ് ഉണ്ട്, അതിൽ കുറച്ച് മാത്രമേ ഞാനിപ്പോൾ പറഞ്ഞുള്ളൂ. ഇതെല്ലാം ക്രിട്ടിക്കൽ സ്കിൽ ലിസ്റ്റിൽ വരുന്ന PR ലഭിക്കാൻ സാധ്യതയുള്ള പ്രൊഫഷൻസ് ആണ്. ഈ അയർലൻഡിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഒരു യൂറോപ്യൻ രാജ്യമായിട്ട് കൂടെ അവിടുത്തെ മെജോറിറ്റി ആൾക്കാർ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. അത് മാത്രമല്ല, ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് അവർ 2 വർഷത്തെ സ്റ്റേ ബാക്കും കൊടുക്കുന്നുണ്ട്. നിങ്ങൾ തന്നെ ഇന്റർനെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മനസ്സിലാവും, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് കമ്പനികളായ ഗൂഗിൾ, മെറ്റ, ആപ്പിൾ പോലെയുള്ള കമ്പനികളുടെ ഹെഡ് ഓഫീസ് അയർലൻഡിലാണ്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രാജ്യത്ത് കോർപ്പറേറ്റ് ടാക്സ് കുറവാണ്. അതുകൊണ്ട് തന്നെ മിക്ക കമ്പനികളുടെയും ഹെഡ് ഓഫീസ് നിങ്ങൾക്ക് അയർലൻഡിൽ കാണാം. ഇത് കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എപ്പോഴും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒരു രാജ്യത്ത് പ്രോപ്പർ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആർക്ക് വേണമെങ്കിലും ഈ വരുന്ന സെപ്റ്റംബർ ഇൻടേക്കിൽ അഡ്മിഷൻ എടുക്കാം. ട്രിനിറ്റി കോളേജ്, യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ഡബ്ലിൻ, ഇതൊക്കെ QS വേൾഡ് റാങ്കിങ്ങിൽ ടോപ്പിൽ വരുന്ന യൂണിവേഴ്സിറ്റീസ് ആണ്. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റികളെ പറ്റിയും അയർലൻഡിന്റെ അഡ്മിഷൻ പ്രോസസിനെ പറ്റിയിട്ടും നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ കോമ്പസ് ഇന്റർനാഷണലിന്റെ കേരളത്തിലെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ കോൺടാക്ട് ചെയ്താൽ മതി. അവർ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരും.